ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് SSLC+ IT ആണ്. വിവിധ ട്രേഡിൽ വേക്കൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ NAC ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, അതായത് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പ്ലസ് അപ്രന്റീസ്ഷിപ്പ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി IT ഉണ്ടെങ്കിൽ IT വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തെറ്റൊന്നും കൂടാതെ അപേക്ഷ നൽകുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ജേണിമാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ജേണിമാൻ എന്ന് പറയുന്ന പോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. മേ ബി ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നുമില്ല. അതായത് ട്രേഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് വർക്കർ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു ട്രേഡിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ലുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ട് പർപ്പസ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 5 ജൂലൈ മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 4 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് കേട്ടോ. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസിനെ നമുക്ക് ആദ്യം നോക്കാം, അതിൻ്റെ ക്വാളിഫിക്കേഷനും. ഇപ്പോൾ ജേണിമാനിൽ തന്നെ വിവിധ ട്രേഡുകളുണ്ട്. നിങ്ങൾക്കൂടെ കാണാം. ക്രെയിൻ ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ട്. 2 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ ഒന്ന് ജനറലാണ്. SC/ST കൂടെ വേക്കൻസി ഇല്ല. EWSന് വേക്കൻസി ഇല്ല. പക്ഷേ OBC കൂടെ വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നാമതായിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റ് യോഗ്യതകളാണ്. ഒന്നെങ്കിൽ NAC എന്ന് പറയുന്നത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. NTC എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ ജേണിമാൻ അടുത്തത് ഡീസൽ മെക്കാനിക്കാണ് ട്രേഡ് വരുന്നത്. ഇതിൽ 5 വേക്കൻസി ടോട്ടൽ ഉണ്ട്. 2 വേക്കൻസി ജനറൽ, 1 SC, പിന്നെ OBCക്ക് 1, EWSന് 1. ഇവിടെ STക്ക് വേക്കൻസി ഇല്ലെങ്കിലും അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്കും 10ാം ക്ലാസ് തന്നെയാണ് ഒന്നാമതായിട്ട് വേണ്ടത്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡീസൽ മെക്കാനിക്ക് അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ അല്ലെങ്കിൽ മെക്കാനിക് മറൈൻ ഡീസൽ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് NAC അല്ലെങ്കിൽ NTC. ഓക്കെ, അപ്പോൾ NAC NTC എന്താണെന്ന് ഞാൻ ഓൾറെഡി ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി NAC or NTC എന്നേ പറയുന്നുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. NAC എന്ന് പറയുന്നത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, NTC എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. രണ്ടും വേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് മതി. അപ്രന്റീസ്ഷിപ്പ് മാത്രം ചെയ്തിട്ടാണെങ്കിൽ IT വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ഇല്ല, IT ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്തത് നിങ്ങൾക്കൂടെ കാണാൻ ഡ്രൈവർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് ട്രേഡ് വരുന്നത്. 3 വേക്കൻസിയാണ്. അതിൽ ഒരു വേക്കൻസി ബാക്ക്ലോഗ് വേക്കൻസി മുൻപത്തെ റിക്രൂട്ട്മെന്റ് സൈക്കിളിൽ ഫില്ലാത്ത ഒഴിഞ്ഞ് കിടക്കുന്ന വേക്കൻസിയാണ്. ജനറൽ 1, SC 1, പിന്നെ ബാക്ക്ലോഗ് വേക്കൻസിക്ക് OBC കാറ്റഗറിക്ക് ഒരു വേക്കൻസിയാണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ മെക്കാനിക്ക് ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ഒന്നെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, 10ാം ക്ലാസ് പ്ലസ് NAC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പ്ലസ് NTC ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഡീസൽ മെക്കാനിക് ട്രേഡിൽ. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണം എന്നുള്ളതാണ് നിർബന്ധമാണ്. ഇതിന് അടുത്ത ട്രേഡ് ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. എല്ലാ പോസ്റ്റും ജേണിമാനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 5 വേക്കൻസിയാണ് ടോട്ടൽ. 2 വേക്കൻസി ഈ പറയുന്ന ജനറൽ, SCക്ക് 1, പിന്നെ OBCക്ക് 1, EWSന് 1 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക്കിൽ NACയോ അതല്ലെങ്കിൽ NTCയോ ഇതിലേതെങ്കിലും ഒന്ന് വേണം കേട്ടോ. ഓക്കെ, അടുത്തത് ഇലക്ട്രീഷ്യനാണ്. 5 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. EWSന് മാത്രം റിസർവ് വേക്കൻസി ഇല്ല, ബാക്കിയുള്ളതിനൊക്കെ റിസർവ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ NAC അല്ലെങ്കിൽ NTC ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ഫിറ്ററാണ്. ഫിറ്ററിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 10 വേക്കൻസി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വിത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫിറ്ററിലോ അല്ലെങ്കിൽ വെപ്പൺ ഫിറ്ററിലോ അതല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസിലോ നിങ്ങൾക്ക് MMTM എന്ന് പറയും. ഇതിലോ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഒന്നെങ്കിൽ NAC അതല്ലെങ്കിൽ NTC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് മെഷീനിസ്റ്റ് ആണ്. 4 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന മെഷീനിസ്റ്റോ അല്ലെങ്കിൽ ടേണർ അതല്ലെങ്കിൽ മെഷീനിസ്റ്റ് ഗ്രൈഡർ ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിലോ ഒന്നെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, ഇനി അടുത്തത് മെഷീൻ ഓപ്പറേറ്ററാണ്. 4 വേക്കൻസി ഉണ്ട്. അതിലൊന്ന് ബാക്ക്ലോഗാണ്. ആ ബാക്ക്ലോഗിൽ SCക്ക് റിസർവ് വേക്കൻസിയാണ്. അത് പിന്നെ ജനറൽ 1, OBC 1 അങ്ങനെയാണ് EWSൻ്റെ വേക്കൻസി. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിൽറൈറ്റ് മെക്കാനിക്കലോ അല്ലെങ്കിൽ MMTMലോ നിങ്ങൾക്ക് NAC അല്ലെങ്കിൽ NTC ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്തത് ജേണിമാൻ പൈപ്പ് ഫിറ്ററാണ്. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ അടുത്തത് പൈപ്പ് ഫിറ്ററിൽ നിങ്ങൾക്ക് 6 വേക്കൻസി ടോട്ടൽ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. പൈപ്പ് ഫിറ്ററിൽ അല്ലെങ്കിൽ പ്ലംബിംഗ് ട്രേഡ് ഇതിലേതെങ്കിലും ഒന്നിൽ NACO അല്ലെങ്കിൽ NTCO കൂടെ വേണം എന്നുള്ളതാണ്. അടുത്ത റിഗറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 4 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് റിഗറിലോ അല്ലെങ്കിൽ കാർപ്പൻറ്ററിലോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യാം, ഇനി അല്ലെങ്കിൽ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് സ്ട്രക്ചറൽ ഫിറ്ററാണ്. 4 വേക്കൻസിയാണ്. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. സ്ട്രക്ചറൽ ഫിറ്ററിലോ അതല്ലെങ്കിൽ ഫാബ്രിക്കേറ്ററിലോ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കിലോ അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡ് ഈ പറഞ്ഞ ഏതെങ്കിലും ട്രേഡിലോ ഒന്നെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 52 വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഗ്രാജുവേറ്റ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള PG, ME or MTech, BE or BTech അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് MBA, അതുപോലെ തന്നെ CA, അതുപോലെ കോസ്റ്റ് CMA, അതുപോലെ കമ്പനി സെക്രട്ടറി LLB, അതുപോലെ നിങ്ങൾക്ക് MCA, അതുപോലെ ഡോക്ടർ ഓഫ് ഫിലോസഫി, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന PhD ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളൊന്നും ഉയർന്ന ക്വാളിഫിക്കേഷനായിട്ട് പരിഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് എലിജിബിൾ അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജേണിമാൻ ആയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മെയിൻ പാരൻറ്റ് ട്രേഡ് മാത്രമല്ല, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ മാത്രമല്ല അതിൻ്റെ മറ്റ് അലൈഡ് ട്രേഡുകളുടെ ട്രെയിനിങ് പാടെ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെ തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ജോലികൾ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ട്രെയിനിങ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറയുന്ന കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളാക്കി നിങ്ങളെ മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ ട്രേഡിൽ മാത്രമുള്ള ഒരു ട്രെയിനിങ് അല്ല നിങ്ങൾക്ക് ലഭിക്കുക. അതിൻ്റെ അലൈഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ടുള്ള സിമിലർ ആയിട്ടുള്ള മറ്റു മേഖലയിലും നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി അതുമായി ബന്ധപ്പെട്ട് എന്ത് വർക്കും ചെയ്യാനുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് നല്ലൊരു ഹ്യൂമൻ റിസോഴ്സായിട്ട് നിങ്ങൾ മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ പറയുന്ന പോസ്റ്റിങ്ങിൻ്റെ ആ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് പ്രോപ്പറായിട്ട് ട്രെയിനിങ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സർവീസ് എന്ത് ചെയ്യാൻ പറ്റും, അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ട്രെയിനിങ് സമയത്ത് ഇതെന്ന് പറയുന്നത് ഒരു ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ആ ഒരു മാനേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ള രീതിയിലായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഒരു ചിട്ടയായ രീതിയിലൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഓരോ ട്രേഡും അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രെയിൻ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. ഡീസൽ മെക്കാനിക് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് 1/7/2025 കണക്കാക്കി നിങ്ങൾക്ക് 26 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 29 വയസ്സ് വരെ, OBC NCL ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 31 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. PWD ആണെങ്കിൽ കാണാം 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിശ്ചിതമുള്ള ഏജ് റിലാക്സേഷൻ അവർക്കുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്ട്രേഡ് അപ്രൻറ്റീസസ് എന്ന് പറയും. എക്സ്ട്രേഡ് അപ്രൻറ്റീസസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ പറയുന്ന GRSCയിൽ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, GRSCയുടെ അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു റിലാക്സേഷനാണ്. കാരണം 3 വർഷം ഏജ് റിലാക്സേഷൻ നമുക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, 3 വർഷം ഏജ് റിലാക്സേഷൻ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തത് കൊണ്ട് കേട്ടോ. പിന്നെ ഇതിൽ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജേണിമാൻ ഷിപ്പ് എന്ന് പറയും, അതാ ട്രെയിനിങ് പീരീഡ്. ആ ട്രെയിനിങ് പീരീഡ് നമുക്ക് 2 വർഷമായിരിക്കും. ആ 2 വർഷത്തിൽ ആദ്യത്തെ വർഷം മന്ത്ലി 24,000 രൂപ നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. പിന്നത്തെ വർഷം നമുക്ക് 26,000 രൂപ പെർ മന്തായിട്ട് ലഭിക്കും. അങ്ങനെ 2 വർഷമായിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ യാർഡിലുള്ള ഡിസ്പെൻസറിയിൽ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി കാര്യങ്ങളും പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റിയും പിന്നെ PFഉം ബാധകമാണ് എന്നുള്ളതുണ്ട്. നമ്മൾ എടുത്ത് ചെറിയൊരു എമൗണ്ട് അവർ പിടിക്കും. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് ആൻഡ് മൾട്ടി സ്കില്ലിംഗ് ഡ്യൂറിങ് ജേണിമാൻഷിപ്പ് പീരീഡാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്രേഡ് അല്ല ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്ക്ഡ് ആയിട്ടുള്ള മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും.
ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന വിവിധ ട്രേഡുകൾ, മൾട്ടിപ്പിൾ ട്രേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ട്രെയിനിങ് ലഭിക്കുക. മൾട്ടിപ്പിൾ ട്രേഡ്സുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പാരൻറ്റ് ട്രേഡ് അല്ലാതെ അതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ട് മറ്റ് ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊക്കെ നല്ല പ്രോപ്പറായിട്ട് ട്രെയിനിങ് ലഭിക്കും. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ട് പഠിച്ച് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യും, അത് ഈ പറയുന്ന അവർ റിവ്യൂ ചെയ്യപ്പെടും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ്ഫുള്ളി നമ്മളെന്താണ് ഈ പറയുന്ന ജേർണിമാൻഷിപ്പ് അല്ലെങ്കിൽ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ പെർമനൻ്റ് ആക്കി വെക്കുക. സെമി സ്കിൽഡ് SSK എന്ന് പറയും ഗ്രേഡ്, SSK ഗ്രേഡിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19,900 മുതൽ 69,650 അതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കെയിലിലേക്ക് നമ്മൾ പെർമനൻറ്റ് റോളിലേക്ക് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഈ പറയുന്ന 2 വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഈ പറയുന്ന സെമി സ്കിൽഡ് ഗ്രേഡ്, അതായത് SSK ഗ്രേഡിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് പേക്ക് പുറമെ നമുക്ക് DA, HR, മറ്റു അലവൻസ്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ജേണിമാനിൽ നിന്നും നമ്മൾ ഈ പറയുന്ന SSK ഗ്രേഡിലേക്ക് വന്നാൽ തന്നെ നമുക്ക് 1 വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പ്രൊബേഷൻ പീരീഡിൽ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. അത് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആണെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് സർവീസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രൊബേഷൻ പീരീഡും പാടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് SSK ഗ്രേഡിലേക്ക് നമ്മൾ പെർമനൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് വാക്കൻസി തന്നെയാണ്, പക്ഷേ കുറച്ച് ഘട്ടങ്ങളുണ്ട്. നമ്മൾ കുറച്ച് ട്രെയിനിങ് ലഭിക്കും. ആ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ നോർമലി നമ്മൾ വർക്ക് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് കയറാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. വളരെ ഉഴപ്പാണെങ്കിലാണ് പ്രശ്നം വരിക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ കൂടുതൽ അപേക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട്, അവർ ഇനീഷ്യലി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ മാർക്കൊക്കെ നോക്കിയായിരിക്കും. അതായത് ഒന്നെങ്കിൽ NSC അല്ലെങ്കിൽ ITI ഒക്കെ മാർക്ക് നോക്കിയിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ NSC മാത്രം വെച്ചുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, നിങ്ങൾക്ക് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് മാത്രമാണെങ്കിൽ അവിടെ മാർക്ക് സ്കോർ പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം പ്രകാരമുള്ള നമ്മുടെ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, മാർക്ക് കണക്കാക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ട്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് മാത്രമുള്ളവരും, ഇനി അതല്ല നിങ്ങൾക്ക് രണ്ടും ഉണ്ട്, NSC ഉണ്ട് NTC ഉള്ളവരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പറയുന്ന ക്രാഫ്റ്റ്മാൻ ട്രെയിനിങ് സ്കീം പ്രകാരമുള്ള ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്, യഥാർത്ഥമുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചില പോസ്റ്റിന്, അതായത് ഈ പറയുന്നപ്പം ഡ്രൈവർ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതുപോലെ റിഗർ, ക്രെയിൻ ഓപ്പറേറ്റർ, ഈ പറയുന്ന 3 പോസ്റ്റില്ലേ, ഇവർക്ക് എന്തെന്ന് വെച്ചാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കലി കുറച്ച് കായികക്ഷമത ആവശ്യമുള്ള ജോലി ആയതുകൊണ്ടാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതിന് വെക്കുന്നത്. ബാക്കി പോസ്റ്റിനൊന്നും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. ഈ 3 പോസ്റ്റിന് മാത്രം, ഡ്രൈവർ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതുപോലെ റിഗർ, അതുപോലെ ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിന് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ഈ പറയുന്ന റിട്ടേൺ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകും ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. നമ്മൾ കൂടുതൽ മാർക്കൊന്നും വാങ്ങേണ്ട, നിശ്ചയമുള്ള ടാസ്ക് ഉണ്ടാകും, നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ സ്കീം ഇവിടെ പറയുന്നുണ്ട്. പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. OMR ബേസ്ഡ് ആയിട്ടുള്ള പഴയ രീതിയിൽ PSC ഒക്കെ എക്സാം നടത്തില്ല, അതേപോലെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നടക്കുന്ന സെൻറ്റർ ഇവിടെ പറയുന്നുണ്ട്, കൊൽക്കത്ത ആൻഡ് റാഞ്ചിയിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ്. അത് മേ ബി അപേക്ഷയുടെ റെസ്പോൺസിനൊക്കെ നോക്കിയിട്ട് മേ ബി സെൻറ്ററൊക്കെ എന്ത് ചെയ്യും, ചേഞ്ച് വരുത്താം എന്നുള്ളതാണ്. മേ ബി നമുക്ക് കൂടുതൽ അപേക്ഷയൊക്കെ വരികയാണെങ്കിൽ അവർ സെൻറ്റർ തരുമോ ഒന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ വേറൊരു കണ്ടീഷൻ ഉണ്ട്, ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നത് ഒരേ ദിവസം ഒരേ സമയത്തായിരിക്കും. അങ്ങനെയാവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൽ വേറെ എന്താണ് അപ്പീൽ കൊടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡ് എഴുതേണ്ടി വരും. ഓക്കെ, ഞാൻ 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത് വിചാരിക്കുക. ഓക്കെ, എലിജിബിൾ ആണ് 2 ട്രേഡിലേക്ക്. അപ്പോൾ ഞാൻ 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എക്സാം ഒരേ സമയത്ത് എന്താണ് നടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എനിക്ക് 2ലേക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സാം സെയിം ഡേ ആയിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ഫീ അടയ്ക്കും വേണം. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 പാർട്ടാണ്, പാർട്ട് 1 പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഒക്കെ ഞാൻ തരാം. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് പാർട്ട് 1 എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, നിങ്ങൾ ട്രേഡ് റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതിന് ഒരു 80 മാർക്ക്. പിന്നെ പാർട്ട് 2 ജനറൽ നോളജും ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ഇതൊക്കെയാണ് 20 മാർക്കിന് വരിക. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ്. അപ്പോൾ ഇത് 2 മണിക്കൂർ ടൈം ഡ്യൂറേഷനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് എക്സാം റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി.
ഇനി അടുത്തത് അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്. അപ്ലിക്കേഷൻ പ്രൊസീജിയർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് മാത്രമല്ല, നമ്മളത് പോസ്റ്റലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്കാൻഡ് കോപ്പീസൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതേ സെയിം ടൈം നമ്മൾ അപേക്ഷയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ അപേക്ഷ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ പ്രിൻ്റ് എടുക്കണം. അതായത് നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത ലാസ്റ്റ് നമുക്ക് ഫൈനൽ പ്രിൻ്റ് ഉണ്ടല്ലോ, ആ ഫൈനൽ പ്രിൻ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, ആ ഫൈനൽ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഫൈനൽ പ്രിൻറ്റിൽ നമ്മൾ സൈൻ ചെയ്യേണ്ട ഭാഗം ഉണ്ടാവും. അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് സൈനൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് എന്തൊക്കെയാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ കാറ്റഗറി ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ആ ഫോട്ടോ കോപ്പിയൊക്കെ നിങ്ങൾ അപേക്ഷയുടെ കൂടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എൻവലപ്പിൽ ഇടണം, ഒരു പോസ്റ്റൽ കവറിലിട്ടിട്ട് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്ക് ഇതിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഇവിടെ കാണാം പോസ്റ്റ് ബോക്സ് നമ്പർ 3076 നിങ്ങൾക്ക് കാണാം, ലോധി റോഡ്, ന്യൂ ഡൽഹി 110003 എന്ന് പറയുന്ന ഇതാണ് അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. ഓർഡിനറി പോസ്റ്റ് മാത്രമേ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അയച്ചു കൊടുക്കേണ്ട നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവിടെ എത്തേണ്ട അവസാന തീയതി 11 ഓഗസ്റ്റ് 2023 അപ്പോൾ 11 ഓഗസ്റ്റ് 2023 പറയുന്ന ആ ഡേറ്റിലേക്ക് നമ്മുടെ എന്താണ് നമ്മൾ ഫില്ല് ചെയ്ത ഡോക്യുമെൻറ്റ്സും ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും നമ്മുടെ മറ്റു ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സും പാടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അഡ്രസ്സിലേക്ക് 11 ഓഗസ്റ്റ് 2025 മുൻപേ ആയിട്ട് അവിടെ അയച്ചു കൊടുക്കണം, ഓർഡിനറി പോസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻവലപ്പിൻ്റെ മുകളിൽ, നമ്മുടെ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഈ വാചകം എഴുതാൻ മറക്കരുത്. GRSC നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും, 2025/5 ബ്രാക്കറ്റിൽ ജെ എന്ന് എഴുതാം. എന്നിട്ട് ആൻഡ് എന്ന് എഴുതിയിട്ട് അതിന് ശേഷം പോസ്റ്റ്, അതായത് നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ ആ പോസ്റ്റ് പേര് എഴുതാം. ഓക്കെ, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ട്രേഡ് എന്നുള്ളിടത്ത് ഓക്കെ പോസ്റ്റ് എന്നുള്ള ട്രേഡ് എന്നുള്ളിടത്ത് നിങ്ങൾ ഏത് ട്രേഡിലേക്കാണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ക്രെയിൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് അവിടെ എഴുതുക. എന്നിട്ട് അപ്ലൈഡ് എന്നുള്ള ഈ വാചകം പാടെ അതിൻ്റെ കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, പോസ്റ്റ് ക്രെയിൻ ഓപ്പറേറ്റർ അപ്ലൈഡ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ ഞാൻ വേറൊരു കളറിൽ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് വാചകം നിങ്ങൾ അവിടെ എഴുതണം. ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് ട്രേഡ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ വാചകം നമ്മളവിടെ റീപ്ലേസ് ചെയ്യുക കേട്ടോ. ഈ ഭാഗം നമ്മൾ ഇതേമാതിരി എഴുതി അവിടെ കൊടുക്കരുത്. ഇവിടെ നമ്മൾ ഏത് ട്രേഡിലേക്ക്, ഇപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് എഴുതിയിട്ട് അവിടെ കൊടുക്കുക. ഇത് നമ്മൾ എഴുതാൻ മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഓഗസ്റ്റ് 11 ഉള്ളിൽ നമ്മുടെ അപേക്ഷ അവിടെ എത്തണം എന്നുള്ളതാണ് കേട്ടോ. ഈ അഡ്രസ്സിലേക്ക് സെൽഫ് അറ്റസ്റ്റഡ് എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ വെക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഇമെയിൽ വഴിയായിരിക്കും. നിങ്ങളുടെ ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് എക്സാം ഡേറ്റും മറ്റ് കാര്യങ്ങളും അഡ്മിറ്റ് കാർഡും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ ഇമെയിൽ ത്രൂ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്, 427 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ SC ST PWD ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആണ് അവിടെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 5 ജൂലൈ ആണ്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 4 ഓഗസ്റ്റ് 2025 ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിച്ചതിൻ്റെ ഹാർഡ് കോപ്പി നമ്മൾ ഓർഡിനറി പോസ്റ്റായിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി 11 ഓഗസ്റ്റ് 2025 പിന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡൊക്കെ കിട്ടുന്ന ഡേറ്റൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മെയിലായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. താഴോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, എക്സാം ബുക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. പിന്നെ ഇൻറ്റേൺഷിപ്പ്, അപ്രൻറ്റിഷിപ്പ് ഒക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സിൽ GRC, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലൂടെ കാണാം GRC ജേണിമാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ മുകളിലുള്ളത് താഴെ വന്നിട്ട് ഇവിടുന്ന് കാണാതാവും. അപ്പോൾ നിങ്ങളിവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മതി, ടൈറ്റിൽ നോക്കിയാൽ മതി GRC ജേണിമാൻ എന്നുള്ള നോക്കിയാൽ മതി. അപ്പം ഞാൻ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റോടെ ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതുപോലെ ടെലഗ്രാം, വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്, ജോയിൻ ചെയ്യുക. അതിൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കൂടെ ലഭിക്കും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഏറ്റവും താഴെ കൂടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്, നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളവർക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടില്ല, കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ, കണക്ട് ചെയ്യാം. ഞാനിവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് ഓപ്പൺ ആക്കുന്നു. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് കൂടെ കാണിക്കുന്നുണ്ട്. 4 ഓഗസ്റ്റാണ് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ കേട്ടോ. ഇവിടെ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇതിൽ ഏത് ട്രേഡ് ആഴ്ച സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൽ ID കൊടുക്കാം.
അപ്പോൾ മെയിൽ ഐ ഡി എന്നുള്ളിടത്ത് ഈ കോളത്തിൽ നിങ്ങൾ മെയിൽ ഐ ഡിയുടെ യൂസർ നെയിം ഉണ്ടാവില്ല, അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡൊമൈൻ നെയിം gmail.com എന്ന് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് മെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കരുത്. പിന്നെ റീടൈപ്പ് ഇമെയിൽ ഐ ഡി എന്നുള്ളിടത്ത് നിങ്ങൾ കംപ്ലീറ്റ് അയച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ യൂസർ നെയിം പ്ലസ് ഈ പറയുന്ന ഡൊമൈൻ നെയിം അടക്കം അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റീഡ് ചെയ്തെന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ വായിച്ചു യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്തിട്ടാണ് നമ്മളിത് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഡെമോ വീഡിയോ ചെയ്യട്ടെ. കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് എല്ലാത്തിനും കൂടും. അപ്പോൾ ഒരുപാട് ചെയ്താൽ വളരെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് അങ്ങനെ പോയാൽ മതി. നിങ്ങളുടെ മൊബൈലൊക്കെ യൂസ് ചെയ്തെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ വേണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത് കാണിക്കുന്നതാണ്. താങ്ക് യു.